ഹലോ, എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഭയങ്കര ഹാപ്പി, കാരണം നാളെ ലീവല്ലേ. നാളെ കളിക്കാൻ പാടുന്നുള്ള ഹാപ്പിയാണ്, അല്ലാതെ പറഞ്ഞല്ല. പിന്നെ ഇന്നിങ്ങനെ ഈ ഫോണിലൂടെ ഇങ്ങനെ നോക്കുമ്പോഴേ നമ്മുടെ കേരളത്തിൽ തന്നെ വലിയൊരു ദുരന്തം നടന്ന സ്ഥലം നമ്മുടെ വയനാട് ചൂരൽമല മുണ്ടക്കൈ. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ വീഡിയോകൾ ഇങ്ങനെ കാണുമ്പോഴേ സത്യം പറയുകയാണെങ്കിൽ മനസ്സിങ്ങനെ എന്താ പറയുക, രോമൊക്കെ ഇങ്ങനെ ഇനിച്ചിക്കും ചെയ്യുക, കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരും. ആ ഈ ആദ്യമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും പറഞ്ഞോട്ടെ, പലരും എന്തും പറഞ്ഞോട്ടെ, പക്ഷെ നമ്മളവിടെ ചെന്നാലേ നമുക്ക് ചെല്ലാണ്ട് തന്നെ നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ അവസ്ഥകൾ കാണാൻ പറ്റും. കാരണം ചില്ലറൊന്നല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 410 വീടാണ്. അപ്പം അറിയാൻ കഴിഞ്ഞ 410 വീടാണ്. ഞാൻ അതിൻ്റെ മേലേക്ക് ഇനി ഉണ്ടോ എന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ എന്തായാലും അടുത്ത ജനുവരിയിൽ ഏകദേശം ജനങ്ങൾക്ക്, പാവങ്ങൾക്ക് കൈമാറുമെന്നാണ് അപ്പം അതിൽ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ചിലവർക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പല ഭാഗത്തു നിന്നുള്ള ഈ നുണപ്രചാരണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കേൾക്കുമ്പോൾ ഓരോരുത്തരെന്താ ചെയ്യുക, അവർ കൂടെ ഏറ്റു അവരും പറയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ ഇതൊക്കെ അറിയണമെങ്കിൽ ആ സ്ഥലത്ത് തന്നെ പോകണം. പക്ഷെ എനിക്ക് പോകേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാനൊക്കെ ഏകദേശമൊക്കെ കാരണം എന്താ പറയുക, കുറേയൊക്കെ നമ്മൾ ലൈവായിട്ട് ഞാൻ കണ്ടേക്കണം. അപ്പോൾ എന്താ പറയുക, ഓരോരുത്തരെ പറയണ സങ്കടം കൂടെ ഓരോരുത്തർ പറയുമ്പോഴേ, കാരണം എല്ലാവരും ഒരു സ്വപ്നമാണല്ലോ നമുക്കൊരു കയറി കിടക്കാൻ ഒരു ഇരിക്കക്കൂര. ആ ഇരിക്കക്കൂര നഷ്ടപ്പെടാനുള്ള അവസ്ഥ ആലോചിച്ചൊക്കെ. ഇല്ലെങ്കിൽ പിന്നെ ഇല്ല എന്നുള്ള കാലത്ത് ഇല്ല എന്നുള്ള വിഷമങ്ങളുണ്ടാവും. പക്ഷെ ഉണ്ടായിട്ടും വീട് നഷ്ടപ്പെട്ട്, കാരണം അതിലുള്ള നമ്മുടെ നമുക്ക് വേണ്ടിപ്പെട്ട ആൾക്കാർ, നമ്മുടെ ഫാമിലീസ് ആരും ആയിക്കോട്ടെ, നമ്മുടെ കുടുംബക്കാരായിക്കോട്ടെ, ഈ ദുരന്തത്തിൻ്റെ ഇടയിലൊക്കെ മരണപ്പെട്ടുള്ള അവസ്ഥ നമുക്ക് കണ്ടതല്ല ഒരുപാട് ആൾക്കാർ. കാരണം ഒരു വീട്ടിലത്തെ മൊത്തം ആൾക്കാർ അല്ലേ, ഒരു പ്രവാസിയുടെ മൊത്തം ആൾക്കാർ മരണപ്പെടുകയും അവരൊക്കെ ആ സന്തോഷം, അതുപോലെ തന്നെ പ്രേമിച്ച പെണ്ണും മരിച്ച് അല്ലേ. അപ്പം ആ പെണ്ണിന് ഒരു ആശ്വാസമായിരുന്നു, കാരണം ആ പെണ്ണിൻ്റെ ഫാമിലിയും പോയി, ഇവൻ്റെ ഫാമിലിയൊക്കെ പോയിട്ട് അവൾക്കൊരു ആശ്വാസമായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവളും പോയി എന്നുള്ള ഒരു ഭയങ്കര സങ്കടം കണ്ടൊക്കെ നമുക്കൊന്ന്. കാരണം നമ്മളൊക്കെ നമ്മളെ ഈ ജീവിതത്തിലേക്ക് അങ്ങനത്തെ ഒരു സംഭവം നടന്നു നോക്കണം അല്ലേ. നമുക്കൊക്കെ സത്യം പറഞ്ഞല്ലോ, എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു അസുഖം വന്നു കഴിഞ്ഞാൽ എനിക്കിവിടെ സമ്മാനിക്കാം. നമ്മുടെ പ്രവാസികളാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ പിന്നെ എൻ്റെ ഭാര്യയ്ക്ക് അപ്പോൾ എന്നോട് എപ്പോഴും വിളിച്ചു പറയും, കാരണം നോക്കുക അതില്ല. പക്ഷെ അവർക്ക് വിളിച്ചു പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല. കാരണം വിളിച്ച് പറയേണ്ട, ഒന്നാമത് വിളിച്ച് പറയേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബേജാറാവുമല്ലോ. നമ്മൾ പ്രവാസികൾ ബേജാറാവും. അപ്പോൾ അത് ചില വിളിച്ച് പറയും. പക്ഷെ എൻ്റെ ഭാര്യ വെച്ചിട്ടുണ്ടെങ്കിൽ അവള് വിളിച്ച് പറയും. കാരണം വേറെ ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല, കാരണം ഇപ്പോൾ കുറച്ചുകൊണ്ട് കഴിഞ്ഞാൽ എന്തുകൊണ്ട് നമ്മൾ പറഞ്ഞില്ല എന്നുള്ള ആ ഒരു വിഷമം ചിലവർക്കുണ്ടാവും. അപ്പോൾ ഈ ചൂരൽമലയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ കയറി വരുന്നു കാണാനും അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാനൊക്കെ. അപ്പോൾ അതിൽ ഒരാൾ പറയുന്നുണ്ട്, ഈ വിമർശിക്കുന്നവർ എന്ത് വിമർശിച്ചോട്ടെ, അത് വിഷയമല്ല. പക്ഷേ ചിലവർ നേരാവില്ല, എന്നാലോ നേരാവുന്ന ആൾക്കാരെ കുറ്റം പറയും. തിന്നൂല തീറ്റിക്കൂല, അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്. അതൊന്നും നമ്മൾ കണക്കാണ്. ഞങ്ങളിപ്പോൾ കാരണം നമ്മുടെ സർക്കാർ എന്ന് വെച്ചിട്ട് പിന്നെ ഞാൻ എൻ്റെ ഉള്ള കാര്യം പറയാം. ഞാൻ വലതുപക്ഷത്തിൻ്റെ കുറച്ച് ആൾക്കാരെ എനിക്ക് ഇഷ്ടമാണ്. ചില പേരെടുത്ത് നമ്മൾ എൻ്റെ നാട്ടിലും ഇതേപോലെ ഇവരെന്ത് പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പോകും. എൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ട്, അവർ കുളം വൃത്തിയാക്കാനൊക്കെ ഞാൻ പോകുന്നുണ്ട്, ഭക്ഷണം കഴിക്കൊണ്ട് പോരും. പക്ഷേ നമ്മൾക്ക് അങ്ങനെ ഒരു വ്യത്യാസങ്ങളൊന്നുമില്ല. ഏത് പാർട്ടിയിലും നമ്മൾ BJP ഒഴികെ ഏത് പാർട്ടിയിലും നമ്മൾ ചെയ്യും. അപ്പോൾ നമ്മളെവിടെ പറഞ്ഞു നിർത്തി ചൂരൽമല അല്ലേ. അപ്പോൾ വിമർശിക്കുന്നവരിങ്ങനെ വിമർശിച്ചുകൊണ്ട് നിൽക്കും. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞു, നമ്മുടെ നാട്ടിൽ നമ്മുടെ ഫ്രണ്ട്സുകളൊക്കെ വലതാണ്, ഞാൻ ഇടതാണ്. അപ്പോൾ എന്ത് പരിപാടിയിലും നമ്മൾ പാർട്ടിയിൽ കയറി വെച്ചിട്ട് നമ്മളെ കൂട്ടുകാരെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുക്കേണ്ട ആവശ്യമില്ലല്ലോ. അവരവരായിട്ടുള്ള എന്താ പറയുക ഭരണം, ഇത് നമ്മളായിട്ടുള്ള ഇത് തന്നെയുള്ളൂ. അപ്പോൾ ഞാൻ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ചൂരൽമല അല്ലേ. അപ്പോൾ നമുക്കറിയാം, നമ്മളെ സഖാവ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണതേ പറയുള്ളൂ, പറയണത് ചെയ്യും, അത്ര തന്നെയാണ്.
കയറ്റി കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് മറ്റൊരു കുറേ അവിടുന്ന് പൈസ പൈസ പിടിച്ചിട്ടൊക്കെ നമുക്ക് അറിയണതാണ്. കാരണം പിന്നെ അവിടെ എന്താ പറയുക, ഇവരതായിട്ട് ഇവർ എന്താ പറയുക ഉണ്ടാക്കി, ഇവരാണ് ഇതിൻ്റെ ഫുള്ള് നേതൃത്വം കൊടുത്തെന്നുള്ള ഇത് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ MLA ഉണ്ട് അത്ര, അങ്ങനത്തെ ഒരു പരിപാടിക്കൊക്കെ ആയിട്ട് ഇറങ്ങി പറഞ്ഞു. അപ്പോൾ നാട്ടുകാരെ കൂടിയിട്ട് പിടിച്ചെന്നൊക്കെ പറഞ്ഞു, മറ്റേ അറിഞ്ഞ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അല്ലേ. വീട് ഒരു 5 സെൻറ്റ് സ്ഥലം വീടെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു സ്വപ്നം തന്നെയാണ്. എൻ്റെ സ്വപ്നം തന്നെയാണ്. എനിക്ക് സ്ഥലമുണ്ട്, പക്ഷെ ഒന്നും ആയിട്ടൊന്നുമില്ല. നിലമാണ്, അത് തരം മാറ്റാൻ കൊടുത്തിട്ട് ഇപ്പോൾ 1-2 വർഷം കഴിഞ്ഞ്. ഇനി എത്ര സമയം പിടിക്കും ഒന്നും അറിയില്ല. നാട്ടിൽ പോയിട്ട് വേണം അതിൻ്റെ പിന്നാലെ ഒന്ന് നടക്കാൻ. അവിടെ വേറെ വീട്ടിൽ ആരും ഇല്ലല്ലോ, കുട്ടികളൊക്കെ ചെറുതല്ലേ. ഇനി നമ്മളതായിട്ടുള്ള കാര്യം നമ്മൾ തന്നെ ചെയ്യണം, അല്ലാതെ നടക്കില്ല. അപ്പോൾ അതാണ്. അപ്പോൾ ഓരോ ഈ സർവേ ഒക്കെ നടക്കുമ്പോഴേ എന്തായാലും ഇപ്പോൾ 3-ാം വട്ടം പിണറായി സർക്കാർ വരുമോ ഇല്ലയോ എന്നല്ലല്ലോ വിഷയം. അവിടെ വന്നാൽ നല്ലത്, വന്നില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. കാരണം ഒരുപാട് നമ്മുടെ നാട്ടിൽ വികസനങ്ങൾ ചെയ്തിട്ടാണല്ലോ സർക്കാർ പോണത്. അതുകൊണ്ട് സന്തോഷിക്കാം. കാരണം ആ ഒരു മനുഷ്യനും എന്താ പറയുക അഭിപ്രായം ഉണ്ടാവില്ല, കുറ്റം പറയില്ല ഏതൊരാളും. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് സർക്കാർ കൂടെ നിന്ന ആൾക്കാരും MLA-മാരായിക്കോട്ടെ, മറ്റുള്ള മന്ത്രിമാരായിക്കോട്ടെ, നമ്മുടെ ശിവൻകുട്ടി സാറ്, രാജീവ് സാറ്, റിയാസ് സാറ്, അങ്ങനെ രാജേഷ്, അങ്ങനെ ഒരുപാട് നേതാക്കന്മാരൊക്കെ ഒരുപാട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ മുഖ്യമന്ത്രി കൂടുന്നുണ്ട്. ഒരുപാട് സപ്പോർട്ടിങ് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ തന്നെ ആവണം. കാരണം നമുക്കിപ്പോൾ കാണാമല്ലോ, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഉത്തരേന്ത്യയിൽ ബീഹാർ UP-യിലൊക്കെ നമ്മൾ കാണണം. കാരണം ഇപ്പോൾ 2 ദിവസം മുന്നേ കണ്ടെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പൈതമക്കളുടെ പുസ്തകം കീറിയിട്ട് ആ ഏഴിൽ തന്നെ അവർക്ക് ഭക്ഷണം വെച്ച് കൊടുക്കണം. അപ്പോൾ ആലോചിച്ച് കാണുന്നത് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഡെയിലി പുതിയ ആൾദൈവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. ഡെയിലി ലോകം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ നാടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ ദൈവങ്ങളുണ്ട്. കാരണം അത് പ്രശ്നമില്ല, കാരണം പണിക്ക് പോകണ്ട, അതിനകത്തൊന്ന് ജീവിക്കുക. കാരണം നമുക്ക് മുന്നിൽ തന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ട്, നമുക്ക് കാണിച്ചിട്ടുണ്ട് മറ്റുള്ള ആൾക്കാരൊക്കെ, ദൈവങ്ങളൊക്കെ. അപ്പോൾ ഇപ്പോൾ അറിയാമല്ലോ, ഇപ്പോൾ 21 കോടി ചിലവിട്ടിട്ട് ഗുജറാത്തിൽ, 21 കോടി ചിലവിട്ടിട്ട് ഗുജറാത്ത്, 21 കോടി ഉണ്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും അതിൽ എത്രത്തോളം അവർ പൈസ ഇറക്കിയിട്ടുണ്ട്. കാരണം അത് ട്രെയിലിങ് നടത്തിയാണ്, വെള്ളം നിറച്ചിട്ടുണ്ട്, എത്ര 1 മിനിറ്റ് ആയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അടിഞ്ഞു പൊളിഞ്ഞുണ്ട്. അപ്പോൾ ആലോചിച്ചൊക്കെ എത്രത്തോളം അതിൽ അഴിമതി ഉണ്ടെന്ന്. അത് സിമെൻ്റ് തന്നെ ഉണ്ടോ, കമ്പി തന്നെ ഉണ്ടാവും, ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ റോഡൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഈ ചപ്പാത്തി ഇങ്ങനെ എടുക്കില്ലേ, അതേപോലെ റോഡ് ഇങ്ങനെ എടുക്കണത്. ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രി ടെക്നോളജി. ഇപ്പോൾ കേരളത്തിലവർക്ക് BJP-ക്ക് ഭരണം കൊടുത്തു കഴിഞ്ഞാൽ അവർ കേരളത്തിൻ്റെ മാറ്റുമെന്ന് പറഞ്ഞാൽ എങ്ങനെ മാറ്റുമെന്ന് പറഞ്ഞാൽ, കാരണം BJP മറ്റുള്ള അവരെ സംസ്ഥാനം പോലെ ബീഹാർ UP അങ്ങനെയൊക്കെ സംസ്ഥാനം പോലെ വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തത്തിലായിട്ട് കുട്ടികളെ പഠിപ്പ് നിർത്തും, പഠിപ്പുണ്ട് ഒഴിവാക്കും. എന്നിട്ട് അവരെ എന്താ പറയുക വർഗീയത കയറ്റിയിട്ട് അവരിറക്കും. അപ്പോൾ പിന്നെ പ്രശ്നമില്ല, വിദ്യാഭ്യാസം ഇല്ലല്ലോ. അപ്പോൾ പിന്നെ അവർക്ക് വേണ്ടി നേതാക്കന്മാർ തല്ലാനും കൊല്ലാനൊക്കെ പോകുമല്ലോ. അതാണൊക്കെ അവർ ഉദ്ദേശിക്കുന്നത്. കാരണം അവരൊക്കെ വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ ആ നാടെ രക്ഷപ്പെടും. കാരണം അവർക്ക് വിവരം വെക്കുമല്ലോ കുട്ടികൾക്കൊക്കെ. പിന്നെ അവിടെ ഒരു കളി ഇവർ നടക്കില്ലല്ലോ വിദ്യാഭ്യാസം വെച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ടല്ലേ ഇവിടെ പള്ളിയുടെ പേരിൽ പശുവിൻ്റെ പേരിൽ കുറേതിനെ കൊല്ലണേ. അപ്പോൾ ഇതൊക്കെ തന്നെ പറയാനുള്ളത്, വേറെ ഇപ്പം എന്താ പറയാനുള്ളത്. കേരളത്തിൻ്റെ ബഡ്ജറ്റ് ഇപ്പോൾ കാലത്ത് ഇങ്ങനെ നടന്നുകൊണ്ടൊക്കെയാണ്. ഇപ്പോൾ കുറേയൊക്കെ കേട്ട് സ്ത്രീകൾക്ക് വേണ്ടി 30 കോടി, നമ്മളെ മെട്രോ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 100 കോടി 150 കോടി കൊണ്ട് പ്രഖ്യാപിച്ചിരിക്കണം. എല്ലാ വികസനങ്ങളും കൂടി വരണം, എന്തൊക്കെ നല്ലത്. അപ്പോൾ ഇതാണ് എന്നൊക്കെ പറയാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഓക്കെ.